ആദ്യം കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് സേനാപതി വേണുവിലേക്കാണ്. ശ്രീ സേനാപതി വേണു, ആദ്യം ഉന്നയിക്കുന്ന ചോദ്യം സംശയം തീർന്നോ എന്നതാണ്. വളരെ കൃത്യമായി നമ്മുടെ സൈന്യം ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വളരെ കൃത്യമായ വിവരങ്ങൾ അതാത് ദിവസങ്ങളിൽ വളരെ കൃത്യമായി നമ്മുടെ മുന്നിൽ, രാജ്യത്തിന് മുന്നിൽ വിശദീകരിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. പക്ഷേ അപ്പോഴും സംശയങ്ങൾ ഉയർത്തുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് ചെയ്തത്. ലോക്സഭയിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ അദ്ദേഹം ഉന്നയിച്ച ചില വാദഗതികളാണ് ഈ ഡിബേറ്റിന്റെ തുടക്കത്തിൽ നമ്മൾ കാണിച്ചത്. അതിനുള്ള എയർ ചീഫ് മാർഷലിന്റെ മറുപടി കൂടിയാണ് നമ്മൾ ഇതേ സ്ക്രീനിൽ തന്നെ കാണിച്ചത്. വളരെ കൃത്യമായി പറയുന്നുണ്ട് രാഹുൽ, നമ്മുടെ സൈന്യത്തിൻ്റെ സൈനികരുടെ കൈകൾ കെട്ടിയിട്ടു, വളരെ കൃത്യമായ ഒരു സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതെല്ലാം നിരാകരിച്ചുകൊണ്ട് എയർ ചീഫ് മാർഷൽ എന്തൊക്കെയാണ് നമ്മൾ പാകിസ്ഥാന് നൽകിയ പ്രഹരം എന്നതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇനിയെങ്കിലും അംഗീകരിക്കാനാകുമോ ഓപ്പറേഷൻ സിന്ദൂറിനെ? അല്ല നീലിമ, ഈ മറുപടി ഇന്നാണ് എയർ ചീഫ് മാർഷൽ APC അമർപ്രീത് സിംഗ് നൽകുന്നത്. ഈ മറുപടി അല്ലെങ്കിൽ ഇന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇന്നുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയോ അതല്ല എങ്കിൽ ആ രീതിയിൽ ചുമതല വഹിക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് അദ്ദേഹം പറഞ്ഞതോടുകൂടി കാര്യങ്ങൾ സമ്പൂർണമായി വ്യക്തമായി. ആ കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ലല്ലോ. ഇവിടെ ചോദ്യങ്ങൾ ചോദിച്ചത് ഈ യുദ്ധത്തിൽ എത്ര എയർക്രാഫ്റ്റുകൾ വീണിട്ടുണ്ട്, അതല്ല എങ്കിൽ ഏതെല്ലാം രീതിയിലുള്ള നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, അത് ഒരു ജനാധിപത്യ രാജ്യത്ത് അറിയുവാനുള്ള നീലിമ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ജനാധിപത്യ രാജ്യത്ത് അറിയുവാനുള്ള പൗരന്മാരുടെ സ്വാതന്ത്ര്യവും അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ പരമോന്നതമായി ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തേണ്ട ഫോറം എന്ന് പറയുന്നത് പാർലമെന്റ് ആയതുകൊണ്ട് ഒരുപക്ഷെ നീലിമ അങ്ങ് നമ്മളൊക്കെ ചരിത്ര പുസ്തകങ്ങൾ വായിക്കുന്നവരാണ്, പഠിക്കുന്നവരാണ്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ അന്ന് യുദ്ധാവസാനം ശ്രീമതി ഇന്ദിരാഗാന്ധി പാർലമെന്റിൽ പറഞ്ഞ കണക്ക് ഇന്ത്യക്ക് 42 യുദ്ധവിമാനങ്ങൾ നഷ്ടമായി. പാകിസ്ഥാന് 86 യുദ്ധവിമാനം നമുക്ക് തകർക്കാനായിട്ട് കഴിഞ്ഞു. ഇന്ത്യയുടെ 81 ടാങ്കുകൾ നഷ്ടമായപ്പോൾ പാകിസ്ഥാന്റെ 226 ടാങ്കുകൾ നമുക്ക് തകർക്കാൻ കഴിഞ്ഞു. അങ്ങനെ പാകിസ്ഥാന്റെ ടാങ്ക് തകർത്ത CQMH അബ്ദുൾ ഹമീദ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഒരു പ്ലാറ്റൂൺ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ നിരവധി ടാങ്കുകൾ തകർക്കുകയും തകർത്ത ആ യുദ്ധത്തിലാണ് CQMH അബ്ദുൾ ഹമീദ് പരമവീര ചക്രം ലഭിക്കുകയും ചെയ്തത്. അപ്പൊ അന്ന് 226 പാകിസ്ഥാന്റെ പാറ്റൻ ടാങ്കുകൾ, പാറ്റൻ എന്ന പേരിലാണ് അവരുടെ ടാങ്കുകൾ അറിയപ്പെടുന്നത്, പാറ്റൻ ടാങ്കുകൾ തകർത്തത് ആ കാര്യം പാർലമെന്റിൽ വെളിപ്പെടുത്തുകയും അത് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഉള്ളതുമാണ്. അപ്പോ രാജ്യം ചെറുതാണെങ്കിലും ശത്രുരാജ്യവുമായിട്ട് ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടില്ല എങ്കിലും യുദ്ധത്തിന്റെ വക്കോളം എത്തിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രമണം ഉണ്ടായി. ആ ആക്രമണത്തിൽ എന്തൊക്കെ സംഭവിച്ചിരിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്നതറിയുവാനുള്ള ജനാധിപത്യപരമായ അവകാശം, ആ അവകാശത്തിന്റെ ഭാഗമായി ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യം പാർലമെന്റിൽ അതിന് വ്യക്തമായ പ്രധാനമന്ത്രി അതിന് ശേഷം ഏറ്റവും അടുത്ത ദിവസം, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ചർച്ച തന്നെ അന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ കുറിച്ചായിരുന്നു. ഏതായാലും ആ പ്രസംഗ സമയത്തും ഇന്ത്യക്കുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാന് മേൽ നടത്തിയ ആക്രമണത്തിൽ അവർക്കുണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങളെ കുറിച്ചോ അങ്ങനെയുള്ള കണക്കുകളൊന്നും പറഞ്ഞില്ല. ഏതായാലും ഇന്ന് എയർ ചീഫ് മാർഷൽ ഈ കാര്യം പറഞ്ഞിരിക്കുന്നു. അത് ഇന്നേ ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വന്നിരിക്കുന്നു. എന്തുകൊണ്ട് ഇത് പാർലമെന്റിൽ നടന്ന ഡിബേറ്റിൽ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ചയുണ്ടായില്ല, അല്ലെങ്കിൽ ഈ കാര്യം പറഞ്ഞില്ല എന്നുള്ള ലളിതമായ ഒരു ചോദ്യമേ അവിടെ ചോദിച്ചിട്ടുള്ളൂ. അല്ലാതെ രാഹുൽ ഗാന്ധിയുടെ സംശയം മാറിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഏതെങ്കിലും രീതിയിൽ ഈ കാര്യത്തിൽ സംശയമുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. ഇത് ഈ പാകിസ്ഥാന് മേൽ നമ്മൾ നടത്തിയ ആക്രമണം അതിന്റെ പിറ്റേ ദിവസം മുതൽ അത് നമ്മുടെ പൊതുസമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടതായിരുന്നു. ആ ഉത്തരം ഇതുവരെയും അത് തരേണ്ടവരിൽ നിന്ന് കിട്ടിയില്ല. ഇന്നലെ മാത്രമാണ് ചീഫ് ഓഫ് ദ എയർ സ്റ്റാഫ് ഇത് പറയുന്നത്. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി, അതും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ വിരുദ്ധമായ മറുപടിയാണോ പറയുന്നതെന്ന് ചോദിക്കരുത്. കമ്പൈൻഡ് ഡിഫൻസ് സ്റ്റാഫിന്റെ തലവൻ അനിൽ ചൗഹാൻ
ജനറൽ അനിൽ ചൗഹാൻ ഇതിനിടയിൽ സിംഗപ്പൂരിലെ വിദ്യാർത്ഥി സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ ഒരു സമ്മേളനത്തിൽ, ഏതായാലും അനിൽ ചൗഹാനെ പോലെ ഒരാൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോകാനായിട്ട് പറ്റത്തില്ലോ. അദ്ദേഹം പറഞ്ഞു, എന്താ പറഞ്ഞ, നഷ്ടം ഇരുഭാഗത്തും ഉണ്ടായിട്ടുണ്ട്, അത് യുദ്ധമാണ്, സ്വാഭാവികമാണ്, നഷ്ടമുണ്ടാകുകയും ചെയ്യും. അത് എന്താ പറഞ്ഞ, അതിനെക്കുറിച്ച് അനിൽ ചൗഹാൻ അവിടെ പറഞ്ഞത് പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ഉണ്ടായി. അപ്പൊ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ദേശദ്രോഹികളാണ്, രാജ്യദ്രോഹികളാണ് എന്ന് വിളിക്കുന്നത് അത് ഒട്ടും എന്താ പറഞ്ഞ സ്വീകാര്യമായ ഒന്നല്ല, അത് ശുഭകരമായ ഒരു കാര്യമല്ല. ജനാധിപത്യത്തിൽ ഇപ്പൊ ഞാൻ ഞാൻ ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ. ആ സമയത്ത് രാഹുൽ ഉന്നയിച്ച ചോദ്യം, ഭാരതത്തിന് എത്ര എയർക്രാഫ്റ്റുകൾ നഷ്ടമായി എന്നതാണ് ചോദിക്കുന്നത്. ഭാരതത്തിന് എന്ത് നഷ്ടം വന്നു? അതിനപ്പുറത്തേക്ക് പാകിസ്ഥാനിൽ എത്ര നാശനഷ്ടം വരുത്താൻ നമുക്കായി എന്നുള്ള ചോദ്യം രാഹുലിൽ നിന്നുണ്ടായില്ല. അതുകൊണ്ടാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ ചൊല്ലി രാജ്യവിരുദ്ധതയാണ് രാഹുൽ സദാനേരവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വാദങ്ങൾ, വിമർശനങ്ങൾ ഉയർന്നു വന്നത്. ഞാനത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് രാഹുൽ ഉയർത്തിയ വാദഗതികളെ ഖണ്ഡിക്കുവാനും അദ്ദേഹത്തെ വിമർശിക്കുവാനും ഒക്കെയുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. ഞാൻ എൻ്റെ വിനീതമായ ചോദ്യം, ഈ കാര്യം ഇന്ന് ഇപ്പൊ എത്ര ദിവസമായി, ഏതാണ്ട് 3-3.5 മാസത്തോളമായല്ലോ ഈ ഓപ്പറേഷൻ നടന്നതിന് ശേഷം, 3 മാസത്തോളം ആയി. ഇത് ഇന്ന് മാത്രം, അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം മാത്രം നടത്തിയ ഒരു വെളിപ്പെടുത്തൽ മാത്രമായിട്ടാണ് ഇത് വരുന്നത്. ഇതെന്തുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഈ കാര്യം അറിയാൻ, ഞങ്ങൾ പാകിസ്ഥാന്റെ ഇത്ര എയർക്രാഫ്റ്റുകൾ വെടിവെച്ചിട്ടിരിക്കുന്നു, ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള വിവരം അത് നേരത്തെ തന്നെ ജനങ്ങളെ അറിയിക്കുകയും, കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മുടെ ശത്രു രാജ്യത്തിന്റെ വിമാനങ്ങൾ തകർത്തു എന്നുള്ള വാർത്ത ഓരോ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു. ആ ചോദ്യത്തിൽ യുദ്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതുണ്ടായിരിക്കുന്ന അതിന്റെ യഥാർത്ഥ കണക്കെന്ത് എന്ന് ചോദിക്കുമ്പോൾ, ഒരാൾ ചോദിക്കുമ്പോൾ നിങ്ങൾ രാജ്യവിരുദ്ധനാണ്, നിങ്ങൾ ദേശവിരുദ്ധനാണ് എന്ന് പറയുന്ന ആ വാദഗതിയെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. നീലിമ, അത് ഇനിയും ഞങ്ങൾ എതിർക്കും, ആ കാര്യത്തിൽ സംശയമില്ല. കാരണം ജനങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് മറച്ചു വെക്കുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് യു എൻ സെക്രട്ടറി ശ്രീ മാർക്കോ റൂബിയോ, ഇന്ന് നമ്മൾ ട്രംപ് പറയുന്നു എന്നുള്ളതായിരുന്നല്ലോ നമ്മുടെ വിമർശനം. ഇന്ന് മാർക്കോ റൂബിയോയുടെ, യു എൻ സെക്രട്ടറിയുടെ ഇന്നലത്തെ ഒരു പ്രസ്താവന ഇന്നത്തെ പത്രങ്ങളിലൊക്കെ അടിച്ചു വന്നിട്ടുണ്ട്. അദ്ദേഹവും പറയുന്നത് ഈ യുദ്ധം നിർത്തുന്നതിന് വേണ്ടി ട്രംപിന്റെ ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്, ട്രംപ് ശക്തമായി ഇടപെട്ടത് കൊണ്ടാണ് ഇത് 90 മണിക്കൂർ കൊണ്ട് ഇത് അവസാനിച്ചത് എന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ചില സംശയങ്ങൾ ചോദിക്കുന്നത്, ആ സംശയങ്ങൾ ചോദിക്കുന്നത് അത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. ഈ ഏറ്റവും അധികം ഘോരമായ യുദ്ധം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെ പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും കാരണം പരിമിതമായ ഭൂരിപക്ഷത്തിലാണ് ഇസ്രായേൽ ബെഞ്ചമിൻ നെഹന്യാഹു അവിടെ ഭരണം നടത്തുന്നത്. ശ്രീ മോഹൻ വർഗീസ് സാർ കൃത്യമായിട്ട് പറയും, എനിക്ക് തോന്നുന്നു 4-5 പാർലമെന്റിലെ എം പിമാരുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പാർട്ടിയിലുള്ള എം പിമാർ പോലും, അല്ലെങ്കിൽ സഭയിലുള്ള ആളുകൾ പോലും ആ യുദ്ധത്തെക്കുറിച്ചും അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തെ കഠിനമായി വിമർശിക്കുന്നു, അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്ന പാർട്ടിയും വിമർശിക്കുന്നു. ഇതെല്ലാം ഒരു ജനാധിപത്യ രാജ്യത്ത് സംഭവിക്കുന്നതാണ്. ജനാധിപത്യ രാജ്യത്ത് ആരെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം രാജ്യവിരുദ്ധരാണ് എന്ന നിലപാട് സ്വീകരിക്കുന്നത് അത് ഒട്ടും ശരിയല്ല എന്നാണ് ആദ്യ ഫേസിൽ എനിക്ക് ഈ കാര്യത്തിൽ മറുപടി നൽകാനുള്ളത്. നീലിമ.